വല്ലാത്തൊരു ടൈമാണ്. നമുക്ക് സ്കിൻ കെയർ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ നമ്മളെ തന്നെ കെയർ ചെയ്യണമെന്നോ വലിയൊരു തോന്നലുകളൊന്നും ഉണ്ടാവാറില്ല. സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, സെൻസിറ്റീവായി, ഓയിലി ആയിരുന്നത് ഓയിൽ കുറഞ്ഞു, പഫിയായി. അതായത് സെറാമൈറ്റ്സും ഹൈലൂറോണിക് ആസിഡും ഒക്കെ പ്രഗ്നൻസി സേഫാണ്. കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ തോട്ട്സ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ. ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും, ചൊറിഞ്ഞ് അവിടെ അത്രയും പൊട്ടാൻ തുടങ്ങും. എൻ്റെ എക്സ്പീരിയൻസ് ബിക്കോസ് ഞാൻ ഒത്തിരി അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് മുറിഞ്ഞു എൻ്റെ സ്കിന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ കൺസേൺഡ് അല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ഓൾ ദീസ് സ്ട്രെച്ച് മാർക്സ് or pigmentation, pimples. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ദിസ് ഈസ് നോർമൽ. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ഇന്ന് നോർമലാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാം എന്നുള്ളത്. പ്രഗ്നൻസി സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കുറേ പേർക്ക് എനിക്ക് ഹെൽപ്ഫുള്ളാവും. കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്നുള്ളത്. യെസ്, കാണിച്ചു തരാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 ഓഗസ്റ്റ് മുതൽ 6 ഓഗസ്റ്റ് വരെയാണ്. കുറേ പ്രോഡക്റ്റ്സിന് ഓഫേഴ്സ് ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഇതെൻ്റെ ടോയ്ലറ്ററി ബാഗാണ്. ഇതിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ കാണിക്കുന്നില്ല. ആവശ്യമുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ക്ഷീണം. ഓക്കെ, അപ്പം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് മേക്കപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഫങ്ഷൻസ്, അങ്ങനെ കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് മോസ്റ്റ്ലി മേക്കപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്തോ എനിക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നി, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. സ്കിൻ കെയറും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സത്യം പറയാമല്ലോ, പ്രഗ്നൻ്റ് ആയവർക്ക് മനസ്സിലാവും, ഭയങ്കര മടിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തോന്നില്ല എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഒരു പ്രത്യേക ഒരു ഫീലിങ്ങിലായിരിക്കും ആ ഒരു ടൈം പോകണം. ഈ എസ്പെഷ്യലി ഒരു ടൈം ഭയങ്കര വല്ലാത്തൊരു ടൈമാണ്. നമുക്ക് സ്കിൻ കെയർ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ നമ്മളെ തന്നെ കെയർ ചെയ്യണമെന്നോ വലിയൊരു തോന്നലുകളൊന്നും ഉണ്ടാവാറില്ല. നമ്മളെ തോട്ട് മൊത്തം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ എൻ്റെ മുഖത്ത് ഒരുപാട് ഇപ്പം ലാസ്റ്റ് ട്രൈമസ്റ്റർ ഏകദേശം തീരാറായി, എൻഡ് ആവാറായി. ഓക്കെ, അപ്പം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, സെൻസിറ്റീവായി, ഓയിലി ആയിരുന്നത് ഓയിൽ കുറഞ്ഞു, പഫിയായി, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു. സോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തൊട്ടേ ഞാൻ മാറ്റിയിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല പ്രോഡക്റ്റൊന്നും. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല. ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇടില്ലായിരുന്നു. പിന്നെയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തുടങ്ങിയത് തന്നെ. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് സദൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയുർവേദിക് ബ്രാൻഡാണ്. ഇത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഉള്ളൂ, ഇത്രേ കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിംപിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസ് വാഷിലേക്ക് മാറി. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ട്രൈമസ്റ്റർ എൻഡ് ആവാറായപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഇത് ഭയങ്കര ഒരു മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് ഫ്രീ ഫേസ് വാഷാണ്. സോ ഐ ഹോപ്പ് ഇത് വലിയ ഇഷ്യൂസൊന്നും ഇല്ലയെന്ന്. സോ ഐ ബോട്ട് ദിസ് വൺ. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ മണം വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നത്. സാധാരണ ഇതിൻ്റെ മണം ഇല്ലാത്തതാണ്, പക്ഷേ ഇപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു മണം ഇതിൽ നിന്ന് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫേസ് വാഷിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്.
ഓക്കെ, പ്രോഡക്റ്റ് നിങ്ങൾ നേരിട്ട് പോയി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കണമായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനെ മണപ്പിക്കാൻ വലിയ മണമൊന്നും വരുന്നില്ല, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ വേറെ എന്തോ ഒരു സിട്രിക് സ്മെല്ല് പോലെയൊക്കെ എനിക്ക് വരുന്നു. എനിക്ക് എൻ്റെ മുഖിൻ്റെ കുഴപ്പമാണോന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഇനി വേറെ സ്കിൻ കെയറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെറം അത് ഇത് ഒന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ സെറമൈഡ്സ് ആൻഡ് ഹൈലറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ഇത് ഓഫ് കോഴ്സ് ഇതിലെ ഇൻഗ്രീഡിയൻസ് അതായത് സെറമൈഡ്സും ഹൈലറോണിക് ആസിഡും ഒക്കെ പ്രഗ്നൻസി സേഫാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അതുകൊണ്ട് ദാറ്റ് ഈസ് ഓക്കെ. ഡ്രൈ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് അതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കരമായി സെൻസിറ്റീവ് ആയപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ബേണിംഗ് സെൻസേഷൻ പോലെ ഇത് യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോഴും കണ്ടിന്യൂ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഫ്രേഗ്രൻസ് ഫ്രീ ആണ്, പ്രത്യേകിച്ച് മണവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മതി, കാരണം ഹൈലറോണിക് ആസിഡാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരണം, സെറമൈൻസും ഹൈലറോണിക് ആസിഡും. സോ യു ക്യാൻ ട്രൈ ദിസ്. ഓക്കെ, സോ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ദിസ് വൺ. അടുത്തത് മോംസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ബ്രാൻഡാണ് ഒറിമി എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെനുവിനായിട്ട് പറയണമല്ലോ, കുറേ നാൾ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങളും എൻ്റെ ഫേസിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ വന്നാലും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നും യൂസ് ചെയ്യാതിരിക്കരുത്, മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഒന്നും അങ്ങോട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ തോട്ട്സ് ആയിരുന്നു. എന്തൊക്കെ ഇവിടെ നടക്കണേ. ബിക്കോസ് ചില ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രഗ്നൻസി സേഫ് അല്ല. സോ നമുക്ക് ആ ഒരു അറിവില്ലാതെ പോയി എല്ലാ പ്രോഡക്റ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്, ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോ, ഞാൻ റെഫർ ചെയ്ത വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു ഡോക്ടറുടെ വീഡിയോയിൽ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ലതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാവും. ഇനി അഥവാ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലും കണ്ടാണ് ആ വീഡിയോ, നിങ്ങൾക്കത് അല്ലാതെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് റെഫറൻസൊക്കെ എടുത്ത് അല്ലാതെ ഞാൻ റെഫർ ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഓക്കെ, പറഞ്ഞാൽ മതി വേണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഒറിമി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. SPF 50 ആണ് പറഞ്ഞാൽ പ്യുവർ മിനറൽ വാട്ടറി സൺസ്ക്രീൻ. മിനറൽ സൺസ്ക്രീനാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഏത് സൺസ്ക്രീൻ എടുത്താലും മിനറൽ സൺസ്ക്രീൻ. സോ ദിസ് വൺ, ഇത് മോം ടു ബിക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൽ എല്ലാ പ്രോഡക്റ്റും കിട്ടും. അതായത് ഈ ബ്രാൻഡിൽ മോയ്സ്ചറൈസർ, സെറം, സൺസ്ക്രീൻസ് അങ്ങനെ എല്ലാം, അതായത് സ്ട്രെച്ച് മാർക്ക് ക്രീം, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് കിട്ടും. സോ യു ക്യാൻ ചെക്ക് ദിസ് ബ്രാൻഡ് ഒറിമി. ഓക്കെ, സോ ഫേസിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എന്താണ് സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്ട്രെച്ച് മാർക്സ് വരുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ നമ്മൾ ട്രൈ ചെയ്താലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ വരും. ഓക്കെ, പിന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വരണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അവിടെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള 2 പ്രോഡക്റ്റാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബയോ ഓയിൽ. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു 1/4 ഭാഗം എന്ത് ഞാൻ യൂസ് ചെയ്തിട്ട് 1/4 ഭാഗം ഇല്ല, ഇത്രയും കണ്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് ഭയങ്കര മടിച്ചീരങ്ങട്ടമാണ് ഞാൻ. സോ ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ രീതിയിൽ സ്ട്രെച്ച് മാർക്ക് വരുന്നില്ല. ഓക്കെ, ചെറിയ രീതിയിൽ ലാസ്റ്റായിട്ട് ഇപ്പോൾ തീരാറായപ്പോൾ എന്തോ ചെറിയ രീതിയിൽ വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ കൺസേൺഡ് അല്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ഓൾ ദീസ് സ്ട്രെച്ച് മാർക്സ് ഓർ
പിഗ്മെൻറ്റേഷൻ, പിമ്പിൾസ്. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ദിസ് ഈസ് നോർമൽ. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ഇന്ന് നോർമലാണ്. പ്രഗ്നൻസി ആയാൽ വരും, ചിലപ്പോൾ അത് പോവുമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ അത് ഉണ്ടായിരിക്കും. ഓൺ ഇറ്റ്. ഓക്കെ, എന്ത് വന്നാലും ഓൺ ഇറ്റ്. ഇറ്റ്സ് യുവർ ബോഡി. സ്കിന്നിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും, അത് പോവും. അത് ഭയങ്കര കൺസേൺ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. എല്ലാവർക്കും അത് കണക്റ്റ് ആവുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അങ്ങനെയാണ്. സ്റ്റിൽ ഈ പ്രോഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ മോയ്സ്ചർ വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബയോ ഓയിൽ യൂസ് ചെയ്തിട്ട്, അതായത് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരു ഡാം സ്കിന്നിൽ ബയോ ഓയിൽ യൂസ് ചെയ്യുക. ബയോ ഓയിൽ, ഓക്കെ, ദിസ് വൺ. ഇത് ഓക്കെ, ഇത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം കുറച്ചല്ലേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു മസാജ് ലോഷൻ ക്രീം കൺസിസ്റ്റൻസിയാണ്, നല്ല തിക്ക് ക്രീം കൺസിസ്റ്റൻസിയാണ്. ഇതെടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് ചെറിയ രീതിയിലൊരു മണമൊക്കെ ഉണ്ട്, രണ്ടിനും ഉണ്ട്. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കും. ഇത് ഏതാ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമേഴ്സ് കൊക്കോ ബട്ടർ ഫോർമുല മസാജ് ലോഷൻ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് രണ്ടുമാണ് സ്ട്രെച്ച് മാർക്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ്. പിന്നെ ഡ്രൈനെസ് മാക്സിമം നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈനെസ് വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വി സ്റ്റാർട്ടഡ് സ്ക്രാച്ചിങ്, ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞ് അവിടെ അത്രയും പൊട്ടാൻ തുടങ്ങും. എൻ്റെ എക്സ്പീരിയൻസ്, ബിക്കോസ് ഞാൻ ഒത്തിരി അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് മുറിഞ്ഞു എൻ്റെ സ്കിന്ന്. അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റ് നല്ല റേറ്റുള്ളൊരു ബ്ലഡ് ടെസ്റ്റായിരുന്നു, വെറുതെ ഒരു ആവശ്യമില്ലാതെ പോയി ചെയ്ത്. അയ്യോ. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അൺഡ്രാം റോൾ ഓൺ ആണ്. എൻ്റെ അൺഡ്രാം റോൾ ഓൺ ആസ് യൂഷ്വൽ നിവ്യ തന്നെയാണ്. ഞാൻ ഇത് മാറ്റിയിട്ടേ ഇല്ല. നിവ്യയുടെ ഡിയോഡ്രൻറ്റ് റോൾ ഓൺ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, മാറ്റാൻ ഇതുവരെ തോന്നിയിട്ടില്ല. സോ ദിസ് വൺ. ഓക്കെ, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇതേ മാറും. നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ചേഞ്ച് ആവും. സോ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ചില ഒക്കേഷൻസിന് മാത്രമേ ഞാൻ പെർഫ്യൂംസ് യൂസ് ചെയ്യാറുള്ളൂ. മാക്സിമം അവോയ്ഡ് ചെയ്യുക, ബിക്കോസ് ബേബീസ് അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഈ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴൊക്കെ നമുക്കൊരു അൺഈസിനെസ് തോന്നണം. സോ മാക്സിമം പെർഫ്യൂംസൊക്കെ അവോയ്ഡ് ചെയ്യാണ്ട് നോക്കുക. ദിസ് ഈസ് ഫൈൻ. നിവ്യയുടെ ഈ ഒരു ഡിയോഡ്രൻറ്റ് റോൾ ഓൺ എനിക്ക് ഓക്കെയാണ്. സോ ഞാൻ അത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേറ ജെൽസൊക്കെ യൂസ് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് വിൽവയുടെ ഈ ഒരു അലോവേറ ജെല്ലാണ്. കണ്ടിന്യൂസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ഓർഗാനിക് അലോവേറ ജെല്ലാണ്. എന്തെങ്കിലും സ്കിൻ കെയറിന് ചെയ്യാനോ അല്ലെങ്കിൽ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്. സോ ഇത്രയൊക്കെയാണ് ഇത് ഓർഗാനിക് കോൾഡ് പ്രസ് അലോവേറ ജെല്ലാണ്. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു പ്രോഡക്റ്റാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, വേറെ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സുഖമാണ്. തണുത്തിരിക്കണം, AC ഇട്ടുണ്ടാകുന്നു. ഓക്കെ, നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. എൻ്റെത് ഡ്രൈ സെൻസിറ്റീവ് കോമ്പിനേഷൻ കൈൻഡ് ഓഫ് ഒരു സ്കിന്നാണ്. ഇവിടെയൊക്കെ അതാണ്ട് സ്കിൻ ഇളകി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാര്യം ഇവിടെയൊക്കെ ചുമന്നിരിപ്പുണ്ട് ഇങ്ങനെ. എനിക്കറിയാം ഇത് ഈ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നോർമലി ബാക്ക് ടു നോർമലോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം. സോ ഞാൻ അത്ര കൺസേൺഡ് അല്ല ഇതിനെക്കുറിച്ച്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഓൾ ദീസ് പ്രോഡക്റ്റ്സ്. വെറുതെ ഏതെങ്കിലും പ്രോഡക്റ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ നല്ല പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബിക്കോസ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് സ്കിൻ
യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡെഫിനറ്റ്ലി നമ്മുടെ ബ്ലഡ് സ്ട്രീംസിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ യൂസ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒരു പ്രഗ്നൻസി പീരീഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.